തിരുനെൽവേലിയിലുള്ള ഹൈഫൈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലെ ട്രൂ പവർ എന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷനിൽ നമ്മൾ ചാർജ് ചെയ്തപ്പോഴത്തേക്ക് 8.5 കിലോ വാട്ടിന് നമുക്ക് 221 രൂപയാണ് ആയത്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ നടത്തി നോക്കിയപ്പോഴത്തേക്ക് ഒരു യൂണിറ്റിന് ഏകദേശം 26 രൂപയോളാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലെ ഒരുവിധമുള്ള എല്ലാ ചാർജ് സ്റ്റേഷനിലും നമുക്ക് 20 രൂപ പുറത്താണ് ഒരു യൂണിറ്റിന് അവർ ചാർജ് ചെയ്യുന്നത്. തിരുനെൽവേലിയിലുള്ള ഹൈഫൈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലെ ട്രൂ പവർ എന്ന് പറഞ്ഞ EV ചാർജ് സ്റ്റേഷനാണ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തിരുനെൽവേലിയിൽ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഹൈഫൈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. കാര്യം നമുക്ക് വണ്ടി ഇവിടെ ചാർജ് ചെയ്യാനായിട്ട് അവിടെ പോയി ഫുഡ് കഴിക്കാം. ഹലോ എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തിരുനെൽവേലിയിലാണ്. തിരുനെൽവേലിയിലുള്ള EV ചാർജ് സ്റ്റേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാർജ് സ്റ്റേഷൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ ആ ഒരു ലിങ്ക് ഷെയർ ചെയ്തേക്കാം. നമുക്കിവിടെ സിയോൻ്റെ ചാർജ് സ്റ്റേഷൻ അതുപോലെ തന്നെ ടാറ്റ പവറിൻ്റെ ചാർജ് സ്റ്റേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ഹൈഫൈ എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലുള്ള ട്രൂ പവർ എന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഹൈഫൈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുള്ള ചാർജ് സ്റ്റേഷൻ. അപ്പം വെളിയിലായിട്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്, പക്ഷേ ചാർജ് സ്റ്റേഷൻ വരുന്നത് ഉള്ളിലേക്കായിട്ടാണ്. ബാബു പോളിക്ലിനിക് എന്ന് പറയുന്ന ഈ ഒരു ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ EV ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഈ ട്രൂ പവർ എന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷൻ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ചാർജ് സ്റ്റേഷൻ അല്ല. അപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ നേരത്തെ തന്നെ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് പൈസയൊക്കെ ഫില്ല് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം നോക്കിയതിന് ശേഷം മാത്രം വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിയോൻ്റെ ചാർജ് സ്റ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ടാറ്റ പവറിൻ്റെ ചാർജ് സ്റ്റേഷൻ ഉണ്ട്. നമുക്കിവിടെ കാണുന്നത് പോലെ തന്നെ 2 ടൈപ്പ് 2 ചാർജറും അതുപോലെ തന്നെ 25 കിലോ വാട്ടിൻ്റെ ഒരു CCS2 ഗണ്ണുമാണ് ഇവിടെ ഉള്ളത്. അപ്പം മറ്റ് ചാർജ് സ്റ്റേഷനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ചാർജ് സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫുഡ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് സിയോൻ്റെ ചാർജ് സ്റ്റേഷനിലും ഫുഡ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ അതൊരു 5 സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ ഫുഡ് കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷേ ഈ ഒരു ഹൈഫൈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, ഇപ്പം വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണെന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഹോട്ടലിലും പോയി ഫുഡ് കഴിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിഫർ ചെയ്യാൻ പറ്റുന്നൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് തന്നെയാണിത്. നമ്മൾ ഗൂഗിളിലായാലും ഒരു നല്ല റേറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു ആപ്പ് എന്ന് പറയുന്നത് ട്രൂ പവർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ചാർജ് ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ കൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ 200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഗൂഗിൾ പേ യൂസ് ചെയ്തിട്ടോ ഫോൺ പേ യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് അക്കൗണ്ടിൽ പൈസ വന്നതിന് ശേഷം മാത്രമേ ബാക്ക് അടിക്കാവൂ. അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞ ഗണ്ണ് കണക്ട് ചെയ്തതിന് ശേഷം ചാർജിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചാർജ് ചെയ്യുന്നത് ഈ പറയുന്ന കണക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ്. ഈ ഒരു CCS2 ഗണ്ണിൻ്റെ കേബിൾ കുറച്ചുകൂടെ സ്ലൈറ്റ് ആയിട്ടുള്ള കേബിൾ ആയതുകൊണ്ട് തന്നെ വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതായിട്ട് തോന്നി. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് നമുക്ക് KSEBിയുടെ പല ചാർജ് സ്റ്റേഷൻ ചെല്ലുമ്പോഴുള്ളൊരു പ്രശ്നമാണ് ഈ പറഞ്ഞ ഗണ്ണ് കണക്ട് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാര്യം നല്ല ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ വെയിറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഗണ്ണ് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെർക്കുലിയൻ ടാസ്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തു. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മെഷീനാണ് ഇവിടെ ഉള്ളത്. 25 കിലോ വാട്ടിൻ്റെ മെഷീനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എത്ര ടൈമിലേക്കാണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ചാർജ് ചെയ്യുന്നത് സെറ്റ് ചെയ്യണം. നമ്മൾ എത്ര ടൈമിലേക്കാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള അക്കൗണ്ട് ബാലൻസ് നമ്മുടെ അക്കൗണ്ട് വേണം. നമ്മൾ 6 മണിക്കൂർ നിർത്തപ്പോഴത്തേക്ക് 3000 രൂപയോളം വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞക്ക് നമ്മൾ നേരെ കുറച്ച് 30 മിനിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്തത്. കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞക്ക് ഇപ്പം വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് വണ്ടി ഒരു 8 കിലോ വാട്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് 25 രൂപയാണ് വരുന്നത്. അപ്പം അരമണിക്കൂർ കൊണ്ട് എത്ര കിലോ വാട്ട് കയറുന്നൊരു കാൽക്കുലേഷനൊക്കെ നടത്തിയതിന് ശേഷം വേണം ചെയ്യാൻ. അപ്പം നമ്മൾ 200 രൂപയ്ക്ക് ചാർജ് ചെയ്തു. പക്ഷേ 30 മിനിറ്റ് കൊണ്ട് ചാർജ് കയറണമെങ്കിൽ ഇനിയും ഈ പറഞ്ഞ കുറച്ചുകൂടെ പൈസ വേണമെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടി പൈസ ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ ഈ പറയുന്ന കണക്ക് നമ്മളിതൊക്കെ നേരത്തെ നോക്കിയിട്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ 325 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം അറിയത്തില്ലായിരുന്നു. ഇതൊരു പുതിയ ചാർജിങ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്ന് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഇതുപോലെ പിന്നൊക്കെ അടിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇതിപ്പം ഫോൺ പേയിലാണ് പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ആപ്പിൽ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നായതിന് ശേഷം ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആയിട്ട് കണ്ടോ ഇവിടെ ഇപ്പോഴും പ്രോസസ്സിംഗ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി ഇപ്പോഴാണ് ശരിക്കും നമ്മുടെ അക്കൗണ്ടിൽ പൈസ വന്നത്. അപ്പോൾ നമ്മൾ പല ആപ്ലിക്കേഷനും എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചിലപ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ അക്കൗണ്ടിൽ പൈസ വരാത്തൊരു സാഹചര്യം ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ പറഞ്ഞ ഗണ്ണ് കണക്ട് ചെയ്തു എന്നിട്ട് സ്റ്റാർട്ട് ചാർജിങ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ ആപ്പിലൊന്നും കാണിക്കുന്നില്ല. പിന്നെ ജസ്റ്റ് ആ ഒരു ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കിയപ്പോഴത്തേക്കും ചാർജിങ് എന്നുള്ള രീതിയിലൊരു സിമ്പിൾ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ആയിരുന്നു. നമ്മൾ അതുകൊണ്ട് തന്നെ വീണ്ടും ആപ്പ് ഒന്നുകൂടെയൊക്കെ എടുത്ത് വീണ്ടും കണക്ട് ചെയ്ത് നോക്കി. ഈ ഒരു ചാർജിങ് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിലത്ത് നിൽക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊരിടത്ത് പോകുമ്പോഴത്തേക്ക് ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നേരത്തെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മളുടെ മൊബൈലിൽ ഇപ്പോഴും എസ്റ്റാബ്ലിഷിംഗ് കണക്ഷൻ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു മെഷീൻ്റെ ആ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ഈ പറഞ്ഞ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ സ്റ്റാർട്ട് ചാർജിങ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 15% വണ്ടിയിലെ ആ ഒരു ചാർജ് എത്രയെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി ചാർജായി തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ആപ്പിൽ ഈ പറഞ്ഞ കണക്ക്
നമുക്ക് വന്നത്. അപ്പോൾ അത് നെറ്റ്വർക്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ Type 2 ചാർജർ. അപ്പോൾ വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ട സ്ഥിതിക്ക് ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ ഇതാണ് ഹൈഫൈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി ചാർജ് ചെയ്യുന്നു, ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു ആംബിയൻസ് തന്നെയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേണമെങ്കിൽ കുട്ടികളെയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയ ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ വന്നത് പകൽ ടൈം ആയതുകൊണ്ട് ആ ഒരു ഏരിയയിൽ ഡൈനിങ് ഇല്ലായിരുന്നു. ആ ഒരു ഫ്രണ്ടിലായിട്ട് നമ്മൾ കണ്ട ആ ഒരു ഹോട്ടലിലാണ് നമുക്കിപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ഫുഡ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ചാർജ് ചെയ്യുന്ന സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയറിയെന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു കട്ട്ലറ്റും അതുപോലെ തന്നെ ഒരു സോഡ ലൈമുമാണ് ഓർഡർ ചെയ്തത്. എന്തായാലും വണ്ടി ചാർജ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുക. ആ ഒരു ടൈമിൽ ഇങ്ങനെ ഇവിടെ നിന്ന് കളിച്ച് ഈ ഒരു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുറത്തോടൊക്കെ പോയിരുന്നു. പുറത്ത് നല്ല ചൂടായതുകൊണ്ടാണ് പിന്നെ ഇവിടെ തന്നെ ഇരുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴും ഇവിടെ നല്ല റിവ്യൂ തന്നെയാണ് ഈ ഒരു ഹോട്ടലിന് കാണിച്ചത്. അപ്പോൾ നമ്മൾ ലൈമിനും ഈ പറഞ്ഞ കട്ട്ലറ്റിനും കൂടി നമുക്ക് ടോട്ടൽ 60 രൂപയാണ് ആയത്. പ്രൈസിങ് ആയാലും ഒരുവിധം കുഴപ്പമില്ലാത്ത പ്രൈസിങ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സിയോൻ്റെ ചാർജ് സ്റ്റേഷനുണ്ട്. അതൊരു 5 സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ച് കത്തിയായിരിക്കും. ഈ മുകളിൽ കാണുന്നതാണ് നാഗർകോവിൽ മധുരൈ ഹൈവേ. അപ്പോൾ നിങ്ങൾ മധുരൈ പോവുകയാണെങ്കിലും ഈ പറഞ്ഞ നമുക്ക് തിരുനെൽവേലി വഴിയാണ് പോകുന്നതെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റിയൊരു ചാർജ് സ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഒരു ടൈമും വേസ്റ്റ് ആവത്തില്ല. ഈ ഫുഡ് കഴിക്കാനായിട്ട് ആ ഒരു ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് നമുക്ക് വണ്ടി ചാർജ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ വാഷ്റൂം സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ചാർജ് ആയോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ 200 രൂപയ്ക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വണ്ടിയിൽ ഏകദേശം 48% ചാർജ് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ നമ്മൾ 30 മിനിറ്റാണ് ചാർജ് ചെയ്യാൻ ഇട്ടിട്ടത്. വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇപ്പം തന്നെ സ്റ്റോപ്പ് ചാർജിങ് കൊടുത്തു കഴിഞ്ഞാൽ ചാർജിങ് കട്ടാവും. പിന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇനി യൂസ് ചെയ്യാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ അക്കൗണ്ടിൽ പൈസ ഇടണ്ട. അതുകൊണ്ട് തന്നെ മാക്സിമം ചാർജ് ആവുന്നത് ചാർജ് ആവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു 3 മിനിറ്റ് കൂടെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് നമ്മുടെ വണ്ടിയുടെ ചാർജിങ് കംപ്ലീറ്റ് ആയി. അപ്പം ചാർജിങ് കംപ്ലീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ നമുക്ക് ചാർജിങ് കട്ടാവും. ഇപ്പോൾ 28 മിനിറ്റാണ് ആയിട്ടുള്ളത്. അപ്പോൾ 2 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി, കാര്യം നമ്മൾ 30 മിനിറ്റാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് ചാർജിങ് കംപ്ലീറ്റ് എന്ന് കാണിക്കും. പക്ഷേ ഈ പറഞ്ഞ ചാർജിങ് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് 221 രൂപയാണ് പിടിച്ചത്. നമ്മൾ ഏകദേശം 350 രൂപയോളം നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും വീണ്ടും നമ്മുടെ അക്കൗണ്ടിൽ 100 രൂപയോളം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ചു നമുക്ക് പോയിട്ട് വേറെ പരിപാടിയൊന്നുമില്ല, നമ്മുടെ കൂടെ വന്ന ആൾക്കാർ കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ബാലൻസ് എമൗണ്ടിനും കൂടെ ചാർജ് ചെയ്യാന്നുള്ള രീതിയിൽ നോക്കിയപ്പം 103 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ടിന് ചാർജ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടെ QR കോഡ് സ്കാൻ ചെയ്തു. നമ്മൾ മലയാളികളായതുകൊണ്ട് വെറുതെ ഒരാൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാര്യം ഞാൻ ഈ പറഞ്ഞ 100 രൂപ ഇവിടെ അക്കൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് ഞാൻ ഇനി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞൊക്കെ ചിലപ്പം കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ വരത്ത് പോലുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പൈസ ഇങ്ങനെയുള്ള അക്കൗണ്ടുകളിൽ പൈസ ഫില്ലായി കിടക്കുന്നു എന്ന് പറയുന്നത് EV യൂസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെ. EV ചാർജ് ചെയ്യാനായിട്ട് നമ്മളെ പല അക്കൗണ്ടിലായിട്ട് ഒരുപാട് പൈസ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇപ്പം GoEasy പോലുള്ള അക്കൗണ്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാർജ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എപ്പം വേണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ചാർജ് ചെയ്യാം. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മളിനി ചാർജിങ് ചെയ്യുന്നത് നടക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ നമ്മൾ മാക്സിമം എമൗണ്ട് യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് വീണ്ടും വെച്ചത്. അപ്പോൾ സെക്യൂരിറ്റിയാണ് ചോദിച്ചു ചാർജിങ് ഒന്നും കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ചുകൂടെ ചാർജ് ചെയ്യാനായിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ചാർജ് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്ക് കമ്പനിയുടെ ഭാഗം അവർ പറയുകയാണ് ഈ പറഞ്ഞ അക്കൗണ്ടിൽ ആവശ്യമായിട്ടുള്ള ബാലൻസ് ഇല്ല. കാര്യം നമ്മൾ 10 മിനിറ്റാണ് സെലക്ട് ചെയ്തത്. ആ ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്യാനുള്ള പൈസ ഇല്ലായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മളൊരു 5 രൂപയും കൂടെ റീചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ചാർജിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും ഇവിടെ ഏരിയ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ളൊരു ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. പിന്നെ തമിഴ്നാടാണ്, പകൽ സമയത്താണെങ്കിൽ കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ EV എടുക്കുമ്പം ചാർജ് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് പറയുന്നത് ഒരു എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം. ഇവിടെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ റേറ്റ് തന്നെയാണ്. അപ്പോൾ 8.5 കിലോ വാട്ട് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം 221 രൂപയാണ് ആയത്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു യൂണിറ്റിന് ഏകദേശം 26 രൂപയാണ്, 25.9 രൂപയാണ് ആവുന്നത്. അപ്പം പലപ്പോഴും നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ ഒരു യൂണിറ്റിന് 20 രൂപ ആക്കി അല്ലെങ്കിൽ 15 രൂപയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ചിലപ്പം നമ്മുടെ കേരളത്തിൽ കുറഞ്ഞ റേറ്റിലായിരിക്കും ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും തമിഴ്നാട്ടിൽ നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ള ഒരുവിധമുള്ള എല്ലാ ചാർജ് സ്റ്റേഷനിലും 20 രൂപ പുറത്ത് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ രണ്ടാമത് വീണ്ടും ചാർജ് ചെയ്യാനിട്ടപ്പം 65 രൂപയ്ക്കാണ് 10 മിനിറ്റ് കൊണ്ട് ചാർജ് ആയത്. ഇപ്പോഴും ഏകദേശം 40 രൂപയോളം അവിടെ
അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ടിന് ഇനി ചാർജ് ചെയ്യാൻ നിൽക്കുന്നില്ല, അതവിടെ കിടക്കട്ടെ, അവരെടുത്തോട്ടെ. ഇനി നമ്മൾ ഈ പറയുന്ന തിരുനെൽവേലിയിലുള്ള ചാർജ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ട്രൂ പവറിൻ്റെ ചാർജ് സ്റ്റേഷനിലോ വരുന്നതല്ല. അപ്പോൾ ആ ഒരു എമൗണ്ട് എന്തായാലും അവിടെ കിടക്കട്ടെ, ചിലപ്പം നാളെ എന്തെങ്കിലും വരുന്ന സമയത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ തിരുനെൽവേലിയിലുള്ള ഈ ഒരു EV ചാർജ് സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള പുതിയ ചാർജ് സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇതുപോലെ നോക്കിയതിന് ശേഷം മാത്രം പോവുക. ആ ഒരു ആപ്ലിക്കേഷനെ പറ്റി സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം അക്കൗണ്ടിൽ പൈസ ഇടുക. ചിലപ്പോൾ നിങ്ങൾ പൈസ ഇട്ടതിന് ശേഷം ചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ മെഷീൻ വേറെങ്ങും ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടുപോകും, ആ ഒരു പൈസ നിങ്ങളുടെ അക്കൗണ്ടിലായി പോകുന്നതായിരിക്കും. തിരുനെൽവേലിയിൽ ഇത് കൂടാതെ വേറെ 2 ചാർജ് സ്റ്റേഷൻ കൂടെ ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ടാറ്റ പവറിൻ്റെ ചാർജ് സ്റ്റേഷൻ ഉണ്ട്. അത് ടാറ്റയുടെ ഷോറൂമിലാണ് ആ ഒരു ചാർജർ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങി ലെഫ്റ്റ് പോകുന്ന റൂട്ടിലാണ് മധുര റൂട്ട്. ആ ഒരു റൂട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ പറയുന്നത് നമ്മുടെ ടാറ്റ പവറിൻ്റെ ചാർജ് സ്റ്റേഷൻ വരുന്നത്. അല്ലെങ്കിൽ GRT ഹോട്ടലിൽ നമുക്ക് സിയോൻ്റെ ചാർജ് സ്റ്റേഷൻ അവൈലബിൾ ആണ്. അവിടെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ പക്ഷേ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന തിരുനെൽവേലിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റിയ ചാർജ് സ്റ്റേഷനാണ് ഹൈഫൈ എന്ന് പറഞ്ഞ ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലെ ചാർജ് സ്റ്റേഷൻ. ട്രൂ പവർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ വോയിസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വീഡിയോസിനായിട്ടും നമ്മുടെ ചാനലിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും റൂട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ ചാർജ് സ്റ്റേഷനെ പറ്റിയോ ഒക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തിരുനെൽവേലിയിൽ വരുവാണെങ്കിൽ ഈ ഒരു ചാർജ് സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. EV റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.